നമസ്കാരം. വിശപ്പ് യുദ്ധോപകരണമാക്കുന്നവരെ എന്തു പേരാണ് വിളിക്കേണ്ടത്? പട്ടിണി ആയുധമാക്കുന്നവരെയോ? ഒരു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ 100 വയസ്സ് പ്രായമുള്ള വൃദ്ധർ വരെ ഭക്ഷണത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ അത് കേട്ടാസ്വദിക്കാൻ കഴിയുന്നവരെ മനുഷ്യരെന്ന് വിളിക്കുന്നത് മനുഷ്യരാശിക്ക് തന്നെ നാണക്കേടാണ്. ഒരു കൂട്ടം ജനങ്ങളുടെ നിസ്സഹായതയെ, അവരുടെ കണ്ണുനീരിനെ യുദ്ധത്തിന്റെ ആയുധമാക്കുകയാണ് ഇസ്രയേൽ ഉപരോധം കടുപ്പിച്ചതോടെ കൊടും പട്ടിണിയുടെ പിടിയിലാണ് ഗാസ എത്തി നിൽക്കുന്നത്. മരുന്നും പോഷകാഹാരവുമില്ലാതെ കുട്ടികൾ ഉൾപ്പെടെയുള്ള 100 കണക്കിന് ആളുകളാണ് നഗരത്തിൽ മരിച്ചു വീഴുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിനായി മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് കരഞ്ഞു കേഴുന്ന കുഞ്ഞുങ്ങളുടെ കാഴ്ച മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കും. എന്നാൽ ഇന്ന് അവർക്ക് പട്ടിണിയിൽ ചെറിയ ഒരു പ്രതീക്ഷ നൽകുന്നത് കടലിലൂടെ ഒഴുകിയെത്തുന്ന ഭക്ഷണക്കുപ്പികളാണ്. അരി ഉൾപ്പെടെയുള്ള ധാന്യങ്ങളും പയറും ഉണക്കിയ മറ്റു ഭക്ഷ്യവസ്തുക്കളും കുപ്പികളിൽ നിറച്ച് കടൽ തീരത്തെത്തുന്ന ഈജിപ്തുകാർ അത് മധ്യധരണിയിലേക്ക് ഒഴുക്കുകയാണ്. ഈ അന്നക്കുപ്പികൾ ഗാസയുടെ തീരത്തെത്തുമെന്നും ജനങ്ങളുടെ പട്ടിണി മാറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണിത്. ഇസ്രയേൽ ഉപരോധത്തിൽ ഗാസ രൂക്ഷമായ ഭക്ഷ്യക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലാണ് കടലിൽ നിന്നും കടലിലേക്ക് ഗാസയ്ക്കായി പ്രതീക്ഷയുടെ ഒരു കുപ്പി എന്ന പേരിൽ ഈജിപ്ഷ്യൻ ജനത പ്രചാരണം ആരംഭിച്ചത്. ഈജിപ്റ്റ്, ലിബിയ, അൾജീരിയ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളിലെ സന്നദ്ധ പ്രവർത്തകരും ഇത് ഏറ്റെടുത്തു. ഇസ്രയേലിനെതിരെയുള്ള കുപ്പി പ്രതിരോധം കടലിനെ മലിനമാക്കുമെന്ന വിമർശനവും ഒരു വശത്ത് ഉയരുന്നുണ്ട്. എന്നാൽ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രയേൽ ഉപരോധം കടുപ്പിച്ചതോടെ ഗാസ കൊടും പട്ടിണിയുടെ പിടിയിലമർന്നു. 122-ലധികം പേർ ഇതിനോടകം തന്നെ പട്ടിണിയിൽ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 83 കുട്ടികളാണ് പോഷകാഹാരക്കുറവിൽ മരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഭക്ഷണക്ഷാമവും പോഷകാഹാരക്കുറവും മൂലം ഗാസയിലെ ആശുപത്രികൾ 9 പുതിയ മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു. കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ പോലും ഗതിയില്ലാത്ത ആയിരക്കണക്കിന് അമ്മമാരും നിസ്സഹായരായി കഴിയുകയാണ്. ഗാസയിൽ പട്ടിണി മൂലമുള്ള മരണങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി കുട്ടികളുടെ മരണങ്ങളും പോഷകാഹാരക്കുറവിന്റെ ഞെട്ടിക്കുന്ന ചിത്രങ്ങളും ലോകത്തെ ആകെ നടുക്കുന്നതാണ്. മനുഷ്യനിർമ്മിത കൂട്ടപ്പട്ടിണി എന്നാണ് ലോക ആരോഗ്യ സംഘടന ഗാസയിലെ മനുഷ്യരുടെ അവസ്ഥയെ വിശേഷിപ്പിച്ചത്. ഗുരുതരമായ പോഷകാഹാരക്കുറവുള്ള കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ പ്രത്യേക ചികിത്സാ ഭക്ഷണം ആഗസ്റ്റ് പകുതിയോടെ തീരുമെന്നാണ് യൂണിസെഫും ഏജൻസികളും മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞയാഴ്ച ഗാസയിലെ ക്ലിനിക്കുകൾ പരിശോധിച്ച എല്ലാ കുഞ്ഞുങ്ങളും, ഗർഭിണികളിലും മുലയൂട്ടുന്ന സ്ത്രീകളിലും 4-1 പേർക്കും ഗുരുതരമായ പോഷകാഹാരക്കുറവ് കണ്ടെത്തിയതായും ആഗോള മെഡിക്കൽ സന്നദ്ധ സംഘടന ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് വെളിപ്പെടുത്തി. വരും തലമുറയാണ് കൊടും പട്ടിണിയിലാക്കി ഇസ്രയേൽ ഉന്മൂലനം ചെയ്യുന്നതെന്നും 100-ലധികം മനുഷ്യാവകാശ സംഘടനകളാണ് ഗാസയിലേക്ക് അടിയന്തര ഭക്ഷണം എത്തിക്കണമെന്ന പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത്. ദുർവിധിയുടെ ആകാശത്ത് തീമഴ പെയ്യുമ്പോഴും മരണത്തെ മുഖാമുഖം കാണുമ്പോഴും നല്ല നാളെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഗാസയിലെ ജനത. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച